ഹായ് ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി സിമ്പിൾ കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി അതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ഗരം മസാല കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യമേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കുറേശ്ശെ നമുക്ക് എടുത്തിരുന്ന മസാലകളിൽ നിന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മാരിനേറ്റ് ചെയ്യും. ഇതിൽ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എടുത്തു വെച്ചിരുന്ന സവാളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളിയും, മല്ലിച്ചെപ്പും, കറിവേപ്പില, തക്കാളി. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് മല്ലിച്ചെപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലകളെല്ലാം നമുക്ക് ഇതിനകത്ത് 1 by 1 ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു 8 to 10 മിനിറ്റ്സ് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നല്ല കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. Thanks for watching.